നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ബജറ്റിനെ കുറിച്ചുള്ള ആശങ്കകളും മറ്റ് ആഗോള ഘടകങ്ങളും കാരണം ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് തുടക്ക വ്യാപാരത്തിൽ വൻ നഷ്ടമാണ് ഉണ്ടായത്. സെൻസെക്സ് 600 പോയിന്റോളം താഴേക്ക് പതിച്ചപ്പോൾ നിഫ്റ്റി 25,300 പോയിന്റിന് താഴെ എത്തിയിട്ടുണ്ട്. ഈ ഇടിവോടെ നിക്ഷേപകരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഏകദേശം 4 ലക്ഷം കോടി രൂപയാണ് തുടച്ചു നീക്കപ്പെട്ടത്. ഇന്നത്തെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ പ്രധാനമായും 5 കാരണങ്ങളുണ്ട്. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള നിക്ഷേപകർക്കിടയിലെ ആശങ്കയാണ് പ്രധാന കാരണം. നികുതി ഘടനയിലോ മറ്റ് സാമ്പത്തിക നയങ്ങളിലോ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെ വിപണി ഭയപ്പെടുന്നു. അടുത്ത കാരണം രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ്. ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തി ഏകദേശം 92 രൂപ നിലവാരത്തിലേക്കാണ് ഇടിഞ്ഞത്. ഇത് വിദേശ നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. വിദേശ സ്ഥാപന നിക്ഷേപകർ ജനുവരി മാസത്തിൽ മാത്രം ഏകദേശം 43,000 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഇതാണ് വിപണിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. ഒപ്പം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോള വിപണിയിലാകെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 ഉയർന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിപണിയിൽ ഈ അസ്ഥിരത തുടരുമ്പോൾ ബജറ്റ് അടുക്കുമ്പോഴുണ്ടാകുന്ന വിപണിയുടെ മുൻകാല പ്രകടനം വിലയിരുത്തേണ്ടതുണ്ട്. കേന്ദ്ര ബജറ്റിനെ ചുറ്റിയുള്ള ആവേശം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തെ വിപണി കണക്കുകൾ പരിശോധിച്ചാൽ നിക്ഷേപകർ ബജറ്റ് ദിനത്തിന് നൽകുന്ന പ്രാധാന്യം അല്പം കൂടുതലാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഫെബ്രുവരി 1 പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് യഥാർത്ഥ അവസരങ്ങൾ നഷ്ടമായേക്കാം. വിപണിയിലെ സ്മാർട്ട് മണി പലപ്പോഴും നയപരമായ വ്യക്തതയ്ക്കായി കാത്തിരിക്കാറാണ് പതിവ്. ബജറ്റ് ദിനത്തെക്കാൾ വലിയ മൂവ്മെന്റ് അതിനുശേഷമുള്ള ദിവസങ്ങളിലാണ് സംഭവിക്കാറുള്ളതെന്ന് ചരിത്രപരമായ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2010 മുതലുള്ള കണക്കുകൾ പ്രകാരം നിഫ്റ്റി 50യും നിഫ്റ്റി ബാങ്കും ബജറ്റ് ദിനത്തിൽ വളരെ കുറഞ്ഞ പ്രതികരണമാണ് രേഖപ്പെടുത്തുന്നത്. ബജറ്റ് ദിനത്തിൽ നിഫ്റ്റി 50യുടെ ശരാശരി മൂവ്മെന്റ് വെറും 0.19% മാത്രമാണ്. നിഫ്റ്റി ബാങ്കിന്റേത് 0.42%. ബജറ്റ് ദിനത്തിലെ ചാഞ്ചാട്ടം വെറും താൽക്കാലികം മാത്രമാണെന്നും അതിൽ വലിയ കാര്യമില്ല എന്നുമാണ് തെളിയിക്കുന്നത്. ഓരോ വർഷത്തെയും ഫലങ്ങൾ വ്യത്യസ്തമാണ്. പ്രഖ്യാപനങ്ങളെക്കാൾ ഉപരിയായി വിപണിയുടെ പ്രതീക്ഷകളും ഇന്നത്തെ സാഹചര്യങ്ങളുമാണ് ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്. ജെഎം ഫിനാൻഷ്യൽ സർവീസസിലെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് റിസർച്ച് മേധാവി രാഹുൽ ശർമ്മ പറയുന്നത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ബജറ്റിന് ഒരു വാരം മുൻപ് നിഫ്റ്റിയുടെ ശരാശരി റിട്ടേൺ -0.52% ആണെന്നാണ്. കേവലം 8 തവണ മാത്രമാണ് സൂചിക നേട്ടത്തിൽ അവസാനിച്ചത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ 4 തവണയും ബജറ്റിന് തൊട്ടു മുൻപുള്ള മാസത്തിൽ നിഫ്റ്റി നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബജറ്റ് ദിനത്തിൽ വിപണി അവസാനിക്കുന്നത് ചെറിയ മാറ്റങ്ങളോടെയാണെങ്കിലും അന്ന് വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം വളരെ കൂടുതലായിരിക്കും. ശരാശരി 2.65% വരെയുള്ള ചാഞ്ചാട്ടം ബജറ്റ് ദിനത്തിൽ കാണാറുണ്ട്. എന്നാൽ ഈ താൽക്കാലിക തരംഗങ്ങൾ പലപ്പോഴും സുസ്ഥിരമായ ഒരു ദിശ വിപണിക്ക് നൽകാറില്ല. നയപരമായ മാറ്റങ്ങളെ കുറിച്ചുള്ള ആശങ്കയും അസ്ഥിരതയുമാണ് ബജറ്റിന് മുൻപുള്ള ദിവസങ്ങളിൽ വിപണിയെ തളർത്തുന്നത്. നയപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതോടെയാണ് വിപണിയിൽ യഥാർത്ഥ നിക്ഷേപ താൽപര്യം തിരിച്ചെത്തുക. ബജറ്റിന് ശേഷം വിപണിയുടെ ശ്രദ്ധ കമ്പനികളുടെ ലാഭവിഹിതത്തിലേക്കും വളർച്ചാ സാധ്യതകളിലേക്കും മാറുന്നുണ്ട്. ബജറ്റിന് ശേഷമുള്ള ആഴ്ചയിൽ വിപണി മികച്ച നേട്ടം കൈവരിക്കാറുമുണ്ട്. നിഫ്റ്റി ശരാശരി 1.35%, നിഫ്റ്റി ബാങ്ക് സൂചിക 1.69% നേട്ടം ഈ സമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബജറ്റ് ദിനത്തേക്കാൾ 7 ഇരട്ടി റിട്ടേൺ അതിനുശേഷമുള്ള ആഴ്ചയിൽ ലഭിക്കുന്നുണ്ടെന്ന് ചുരുക്കം. ഈ വർഷത്തെ ബജറ്റ് ഒരു ഞായറാഴ്ചയാണ് വരുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ജിയോജിത് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിലെ ചീഫ് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആനന്ദ് ജെയിംസ് ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് അവധി ദിനങ്ങളോട് ചേർന്ന് വരുന്ന ബജറ്റുകളിൽ ലിക്വിഡിറ്റി കുറയാനും വിപണി ദുർബലമാകാനും സാധ്യതയുണ്ട് എന്നാണ്. എങ്കിലും ചില മാറ്റങ്ങൾ സംഭവിക്കാം. കഴിഞ്ഞ വർഷം ബജറ്റിന് മുന്നോടിയായി നിഫ്റ്റി 2.9% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ITC, മാരുതി, L&T, ആക്സിസ് ബാങ്ക് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ 3ാം പാദ ഫലങ്ങൾ കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫലങ്ങൾ വിപണിയെ സ്വാധീനിച്ചേക്കാം. 2026 കടന്നപ്പോൾ വിപണിയിൽ ജാഗ്രത തുടരുകയാണ്. LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ പറയുന്നത് ജനുവരി മാസങ്ങളിൽ മിക്ക സൂചികകളും പ്രതിസന്ധി നേരിടുകയാണെന്നാണ്. അതിനാൽ ബജറ്റ് വരെ വിപണിയിൽ വലിയ ഉണർവ് പ്രതീക്ഷിക്കുന്നില്ല. ബജറ്റിൽ വിപ്ലവകരമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഫെബ്രുവരിയിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ബജറ്റ് ദിനം വാർത്താ പ്രാധാന്യം ഉള്ളതാണെങ്കിലും യഥാർത്ഥ ലാഭം കൊയ്യാവുന്ന അവസരങ്ങൾ ബജറ്റിന് ശേഷമുള്ള ആഴ്ചകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്.